ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സജിൽസ് ടെക് സെൻ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചില ഡൗട്ടുകൾ, അതായത് PI നെറ്റ്വർക്കിനെ കുറിച്ചുള്ള ചില ഡൗട്ടുകളാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത് ടെൻറ്ററ്റീവ് KYC എന്ന് ഒരുപാട് പേർക്ക്, KYC കംപ്ലീറ്റ് ചെയ്ത ഒരുപാട് പേർക്ക് ഇപ്പോൾ ടെൻറ്ററ്റീവ് KYC എന്ന സ്റ്റാറ്റസ് വന്നിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, എങ്ങനെ അത് ക്ലിയർ ചെയ്യാമെന്നൊക്കെ. ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് FAQ, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ എല്ലാം ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ ചാറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഈ 3 ലൈനിൽ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ചാറ്റ് സെക്ഷൻ എടുക്കുക. എന്നിട്ട് ജനറൽ സെക്ഷനിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേര് അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ മോഡ്സ് FAQ എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുക. ഇവിടെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ, കംപ്ലീറ്റ് ഡൗട്ടും ക്ലിയർ ചെയ്യാനുള്ള ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും താഴെ ചെന്നിട്ടുണ്ടെങ്കിൽ KYC ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ആൻസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പയനീർ സെക്ഷൻ എടുത്തു നോക്കുക. ഇതിലും ഇപ്പോഴും ആളുകൾ ഒരുപാട് ഡൗട്ടുകൾ KYCനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മോഡറേറ്റേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ എല്ലാവർക്കും തരില്ല, ചില ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഓരോ സെക്കൻഡിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ ഇതിൽ വരുന്നുണ്ട്. മോഡ് സെക്ഷൻ, ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ ടെൻറ്ററ്റീവ് KYC എന്ന് പറയുന്ന സെക്ഷൻ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റാറ്റസ് വരുന്നതെന്ന് കാണാൻ സാധിക്കും. When you have received your tentative KYC approval, it means that your KYC has been approved but subject to additional confirmation check. KYC ഓൾറെഡി നിങ്ങളുടെ അപ്രൂവ്ഡ് ആണ്, പക്ഷേ ഒരു അഡീഷണൽ കൺഫർമേഷൻ ചെക്കും കൂടി നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡ്യൂറിങ് യുവർ ടെൻറ്ററ്റീവ് KYC അപ്രൂവൽ യു ക്യാൻ അപ്ലൈ ടു ബിക്കം എ വാലിഡേറ്റർ ആൻഡ് സൈൻ സ്റ്റെപ്പ് 6 ഫോർ മൈഗ്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് എടുത്ത് കാണിക്കാൻ സാധിക്കില്ല, കാരണം എൻ്റെ ഓൾറെഡി അപ്രൂവ്ഡ് ആണ് KYC എല്ലാം. അപ്പോൾ നിങ്ങളുടെ ആ സ്റ്റാറ്റസ് എടുത്ത് നോക്കുക, എന്നിട്ട് മൈഗ്രേഷൻ സെക്ഷൻ ഓപ്പൺ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വൺസ് ക്ലിയർഡ് ഫ്രം ദീസ് ചെക്സ് യു വിൽ റിസീവ് ഫുൾ KYC പാസ് സ്റ്റാറ്റസ്. ഇറ്റ് വിൽ റിക്വയർ ടൈം ആൻഡ് പേഷ്യൻസ്. കുറച്ച് സമയം എന്തായാലും എടുക്കും ഫുൾ KYC അപ്രൂവൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ ഫുൾ KYC സ്റ്റാറ്റസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മെയിനെറ്റ് ചെക്ക് ലിസ്റ്റ് സ്റ്റെപ്പ് 1 to 8 കംപ്ലീറ്റ് ആവുള്ളൂ. അതിനുശേഷം മാത്രമേ മൈഗ്രേഷൻ ക്യൂവിലേക്ക് നിങ്ങൾ ആഡ് ആവുള്ളൂ എന്നും കൊടുത്തിട്ടുണ്ട്. അതായത് വാലിഡേറ്റർ ആയിട്ട് കൺവേർട്ട് ആകുള്ളൂ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെൻറ്ററ്റീവ് KYC ആയ ആളുകൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എത്രയും പെട്ടെന്ന് അപ്രൂവൽ ആകാൻ വളരെയധികം ചാൻസ് ഉണ്ടെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നിങ്ങളുടെ അപ്രൂവ്ഡ് ആണ്, എന്നിരുന്നാലും ഒരു എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്സോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നത്. എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഒരു റീചെക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് ഈ ടെൻറ്ററ്റീവ് KYC എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ അക്കൗണ്ടോ അല്ലെങ്കിൽ സെയിം അക്കൗണ്ട് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഫോണിലൊക്കെ മൈൻ ഉള്ള ആളുകളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാത്ത ആളുകൾ യാതൊരു പേടിയും വേണ്ട. നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം കറക്റ്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്രൂവൽ ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള മറ്റു ഡൗട്ടുകൾ എല്ലാം ഇതിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ KYC ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓരോ ഫോറം എടുത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, KYC റിജക്റ്റ് ചെയ്ത്, അതായത് അവർ സബ്മിറ്റ് ചെയ്ത പേരും KYCയിലുള്ള പേരും തമ്മിൽ വ്യത്യാസമുണ്ട്, അതെങ്ങനെ സെയിം ആക്കുന്നു. അതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ അല്ല. നമ്മളിവിടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള സെക്ഷനെല്ലാം ഇവിടെ നമുക്ക് കാണാം. അല്ലാത്ത സംഭവങ്ങളൊന്നും നമുക്കിതിൽ ആക്ടിവേറ്റ് ആയിട്ടില്ല, ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആകെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് KYC റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൽ ഉള്ള പേരും നിങ്ങൾ കൊടുക്കുന്ന പേരും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ വീണ്ടും അവർ അപ്രൂവലിന് കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് KYCനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് കറക്റ്റ് ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ട് ഇപ്പോഴും അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനും ഏകദേശം ഒരു വർഷം മുമ്പൊക്കെയാണ് KYC ഒക്കെ അപ്ലൈ ചെയ്ത്, ഏകദേശം 8-9 മാസത്തോളം എടുത്ത് എനിക്ക് KYC അപ്രൂവൽ കിട്ടാൻ. ഞാൻ കംപ്ലീറ്റ് കറക്റ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവർ മാനുവലി ചെക്ക് ചെയ്തിട്ടായിരിക്കും അപ്രൂവൽ തരുന്നത്. ഏകദേശം 10 മില്യണിലും കൂടുതൽ ആളുകൾ ഓൾറെഡി ഇതിലുണ്ട്, പ്രൊഫൈലെല്ലാം കംപ്ലീറ്റ്, അതായത് ക്ലിയർ ആയ ആളുകൾ. അപ്പോൾ അവരുടെയൊക്കെ ചെക്ക് ചെയ്തെടുക്കാൻ എന്തായാലും സമയമെടുക്കും, ഇനിയും സമയമെടുക്കാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും KYC അപ്രൂവൽ ആകാത്തവർ ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക.
അതുപോലെ തന്നെ ഒരുപാട് പേര് ഇത് സെല്ല് ചെയ്യുന്നുണ്ട്, കോയിൻസ് സെല്ല് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ, നമ്മളുടെ ചാറ്റിൽ ഗ്രാഫിക് എംപയർ എന്ന് പറഞ്ഞ നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും. റെഫറൽ ടീമിൽ ഒരുപാട് പേര് ഇപ്പോഴും വിൽപ്പന നടത്തുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. ഇദ്ദേഹം ഇവിടെ സുഭാഷ് കെ, ഇദ്ദേഹം ഒരുപാട് മെസ്സേജുകൾ ഇതിൽ അയക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും എനിക്ക് അറിയില്ല, ഞാൻ ഇദ്ദേഹത്തായിട്ട് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വിറ്റിട്ടൊന്നുമില്ല. താല്പര്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യും. ഇദ്ദേഹത്തിൽ നിന്നല്ല, ആരിപ്പോൾ ബൈ ചെയ്യാൻ റെഡി ആയാലും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുക. അതല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് ID ചോദിക്കുക, എന്നിട്ട് അതിലൂടെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാം ഇദ്ദേഹം ജെനുവിൻ ആണോ, അല്ലെങ്കിൽ ഇതുപോലുള്ള ബയ്യേഴ്സ് ജെനുവിൻ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഒരുപാട് പേർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വിറ്റിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, മറ്റേത് ബയ്യേഴ്സ് ആയാലും നിങ്ങൾ ഈ കോയിൻ വിൽക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കൺഫേം ചെയ്യുക. മാക്സിമം മലയാളികളുടെ അടുത്ത് നിന്ന് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഏകദേശം $2 അധികം ഒരു ടോക്കണിന് ഇപ്പോൾ പുറമുള്ള ആളുകൾ മേടിക്കുന്നുണ്ട്. ഇനി കൂടുതൽ സ്കാമേഴ്സ് ഈ 2 ദിവസത്തിനുള്ളിൽ ഇറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് കോള് ഒന്നില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്കൊക്കെ അക്കൗണ്ട് ഉള്ള ആളുകൾ ആണെങ്കിൽ അവരുടെ അക്കൗണ്ട് ചോദിക്കുക, എന്നിട്ട് അത് മുഖേന നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവർക്കൊരു പ്രൊഫൈൽ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള ആളുകളുടെ അടുത്ത് മാത്രം ഇത് വിൽപ്പന നടത്തുക. ചില ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ട്, ഇവർ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ബയ്യേഴ്സ് ചോദിക്കും, ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ടോക്കൺ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഫ്രേസുകൾ, അതായത് നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന 24 ഫ്രേസ് ചോദിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കാകും, നിങ്ങളുടെ ബാലൻസ് ഉള്ള ടോക്കൺസ് മൊത്തം അവർ വലിച്ചെടുക്കും. അതുപോലുള്ള സ്കാമേഴ്സിൻ്റെ അടുത്ത് പെടാതിരിക്കുക. ഇപ്പോൾ ഒരുപാട് പേര് ഗ്രൂപ്പിൽ മെസ്സേജ് വിടുന്നുണ്ട്, അവരുടെ അക്കൗണ്ടിൽ വാലറ്റിൽ ഉള്ള ടോക്കൺസ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഇതുപോലെ ഓരോ സ്കാമേഴ്സിൻ്റെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ ഇതുപോലെ എന്തെങ്കിലും ചോദിക്കും, നിങ്ങളുടെ പാസ് ഫ്രേസോ എന്തെങ്കിലും കോയിൻ ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ പാസ് ഫ്രേസ് ഇതാ അല്ലെങ്കിൽ പാസ്വേഡ് ഇതാ എന്നൊക്കെ അറിയാത്ത ആളുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്ത ആളുകളുടെ അക്കൗണ്ട് ഹാക്ക് ആവുകയും മൊത്തം ടോക്കൺസ് അവർ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ബയ്യേഴ്സിന് പരിചയം അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ജെനുവിനിറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ സെല്ല് ചെയ്യുക. ഏകദേശം $2 മിനിമം ഇപ്പോൾ ഒരു ടോക്കണിന് പുറമേ ഉള്ള ആളുകൾ മേടിക്കുന്നുണ്ട്. ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിൻ്റെ കറക്റ്റ് റേറ്റും മറ്റു കാര്യങ്ങളും ലിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. എങ്ങാനും ഇതിൽ ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഹൈപ്പിന് ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി നല്ല ഹൈപ്പാണ്. പക്ഷേ ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബയ്യേഴ്സ് അല്ല, സെല്ലേഴ്സാണ്. കാരണം ഏറ്റവും കൂടുതൽ മൈൻ ചെയ്ത ആളുകളാണ് ഇതിലുള്ളത്. തീർച്ചയായിട്ടും അവർ വിൽക്കാനേ ശ്രമിക്കുള്ളൂ. ഇപ്പോൾ ഒരു ടോക്കൺ $1 $2 ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള മൈനിങ് എയർ ഡ്രോപ്പിലൂടെ കിട്ടുന്ന ടോക്കൺസ് ഏറ്റവും കൂടുതൽ ആളുകൾ അത്യാവശ്യം നല്ല റേറ്റ് വരുമ്പോൾ വിൽപ്പന നടത്താനാണ് ശ്രമിക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് വിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടോക്കണിൻ്റെ വാല്യൂ വീണ്ടും ഇടിയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ IOU ടോക്കൺ സെയിൽ ചെയ്തപ്പോൾ ഏകദേശം $90 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് സ്കാം ടോക്കൺ ആണെന്നും പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 1 മില്യൻ്റെ ഒക്കെ അടുത്ത് ട്രാൻസാക്ഷൻ അതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ തന്നെ IOU ടോക്കൺ ആണോ എന്ന് പറയാനും സാധിക്കില്ല. ഇവരും അത് കൺഫേം ചെയ്തിട്ടുമില്ല. അതുപോലെ തന്നെ ബൈനാൻസിൽ ഇതിൻ്റെ ഒരു വോട്ടിംഗ് നടക്കുന്നുണ്ട്. ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചിട്ട് ഒരു വോട്ടിംഗ് നടക്കുന്നുണ്ട്. ഒരുപാട് പേര് അതിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. 8 ദിവസം കൂടി അതിന് ബാക്കിയുണ്ട് വോട്ടിങ്ങിന്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്ത് തരാം. 85% ആളുകളും ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ വോട്ടിംഗ് പീരീഡ് നിങ്ങൾക്ക് കാണാം, 17-ാം തീയതി മുതൽ 27-ാം തീയതി വരെയും വോട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം വോട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ എസ് ടൈപ്പ് ചെയ്ത് വോട്ട് ചെയ്ത് നോക്കുക. ഇതിലെങ്ങാനും ഇത് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഹൈക്ക് ഇതിൻ്റെ പ്രൈസിനുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബൈനാൻസിലേക്ക് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ സെല്ല് ചെയ്യാനല്ല ബൈ ചെയ്യാനായിരിക്കും നോക്കുന്നത്. കമ്മ്യൂണിറ്റിയുടെ ലെവലും എല്ലാം കണക്ക് കൂട്ടിയിട്ട് തീർച്ചയായിട്ടും ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വോട്ടിംഗ് സെക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എല്ലാവരും യെസ് എന്ന് ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ബൈനാൻസ് ആപ്ലിക്കേഷനുള്ള ആളുകൾ ഡയറക്റ്റ് ആപ്ലിക്കേഷനിൽ പോയിട്ട് ഇത് സെർച്ച് ചെയ്ത് നോക്കിയാലും കാണാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും ടോക്കണൊന്നും വിൽക്കാൻ നോക്കുന്നില്ല. എന്നിരുന്നാലും ഇത്രയും നാൾ നമ്മളുടെ കയ്യിലിരുന്നൊരു സംഭവം എന്തായാലും ലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം. നഷ്ടമായാലും ലാഭമായാലും നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്.
നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ ഫോണായിരിക്കും ഇതിന് വേണ്ടിയിട്ട് ജോലി ചെയ്തത്. കാരണം മൈൻ ചെയ്യുന്നത് ഫോണാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക. KYC ടെൻറ്റേറ്റീവ് KYC ഉള്ള ആളുകൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവർ കറക്റ്റ് ഡീറ്റെയിൽസ് ആണ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ കംപ്ലീറ്റ് KYC സ്റ്റാറ്റസ് ആയിട്ട് അവരുടെ മാറുന്നതാണ്. അതുപോലെ തന്നെ വിൽക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ വിൽക്കുമ്പോൾ മേടിക്കുന്ന ആളുകൾ ജെനുവിൻ ആണോ എന്ന് ഡബിൾ ചെക്കെങ്കിലും ചെയ്യുക. എന്നിട്ട് മാത്രം സെൻഡ് ചെയ്യുക. കൂടുതൽ ആളുകൾ ഇപ്പോൾ USDT ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. മാക്സിമം മലയാളികളുടെ അടുത്ത് നിന്ന് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. കാരണം മറ്റുള്ള ആളുകൾ ഒരുപാട് സ്കാമേഴ്സ് ഉണ്ട്. നോർത്ത് ഇന്ത്യ ആയാലും അല്ലെങ്കിൽ പുറത്തായാലും ഒരുപാട് സ്കാമേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അവരുടെ റിയൽ നെയിം ഒന്നും വെച്ചിട്ടായിരിക്കില്ല നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങളുടെ വാലറ്റിൻ്റെ ഫ്രൈസ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക. യൂസർ നെയിം പാസ്വേഡൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് പറഞ്ഞിട്ടായിരിക്കും അവർ നമ്മളുടെ ഇത് ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും കൊടുത്തു പോകും. അങ്ങനെ കൊടുക്കാതിരിക്കുക. കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് കാലിയാവും. അവർ കംപ്ലീറ്റ് ടോക്കൺസും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് ലിസ്റ്റ് ആകുമ്പോൾ അധികം വാല്യൂ ഇല്ലെങ്കിലും ഇപ്പോൾ അവർക്ക് വിൽപ്പന നടത്താൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ $2 വെച്ചിട്ട് ഒരു കോയിന് തീർച്ചയായിട്ടും മേടിക്കാൻ ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്കാമേഴ്സ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അവർ മാക്സിമം നിങ്ങളുടെ ടോക്കൺ എല്ലാം വലിച്ചു കൊണ്ടുപോയിട്ട് ഇതുപോലെ റീസെല് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ഏകദേശം 418 പേര് എൻ്റെ റെഫറൽ മൈൻ ചെയ്യാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. കാരണം ലിസ്റ്റിംഗ് ന്യൂസ് പരന്നത് കാരണം കൂടുതൽ ആളുകൾ ഇപ്പോൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പവർ 1 ആയി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം റെഫറൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. ഈ 100% എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റെഫറൽസിനെ ഇതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ആഡ് മോർ, അതായത് സെക്യൂരിറ്റി സർക്കിൾ ബൂസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഇതിൻ്റെ പവർ അത്യാവശ്യം കൂട്ടാൻ സാധിക്കും. ഇതുപോലെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റെഫറൽസിനെ അതിൽ നിങ്ങൾ ആഡ് മോർ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ റെഫറൽസിൻ്റെ ലിസ്റ്റ് ഇവിടെ വരും. അതിൽ മാക്സിമം റെഫറൽസിനെ നമുക്ക് ഇതിൽ നമ്മുടെ സെക്യൂരിറ്റി സർക്കിളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിലൂടെ കുറച്ചുകൂടി പവർ നമ്മളുടെ മൈനിങ് പവർ കൂടും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ആഡ് ചെയ്യാനുണ്ട്. ആകെ നമ്മൾ ചെയ്യേണ്ടത് ഈ ആഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഒരു 10-15 സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്താൽ മാത്രമേ ഓരോ റെഫറലായിട്ട് ഇതിൽ ആഡായി വരികയുള്ളൂ. എല്ലാം കൂടി ഒറ്റയടിക്ക് നമ്മൾ ഇതുപോലെ ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാങ് ആവും. ജസ്റ്റ് ഏതെങ്കിലും ഒരു റെഫറലിനെ എടുക്കുക, ജസ്റ്റ് ആഡ് ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം ആഡഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്ടിവേറ്റ് ആയി വരുന്നത്. ഒരു 10-15 സെക്കൻഡ്സ് എന്തായാലും ഓരോ റെഫറൽസിനും എടുക്കുന്നുണ്ട്. അതിനുശേഷം ആഡഡ് കാണിക്കും. ഇനി അടുത്തത് ഇതുപോലെ ജസ്റ്റ് ആ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഒരു 10-15 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അത് ആഡായി വരുന്നത് കാണാം. ഇത് മുഖേന നിങ്ങൾക്ക് മൈനിങ് സ്പീഡ് അത്യാവശ്യം കൂട്ടാനും സാധിക്കും. എനിക്ക് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. 1.0 ഒന്നുമല്ല, 0.8 സംതിങ് ആയിരുന്നു എൻ്റെ ആഡിങ് അല്ലെങ്കിൽ മൈനിങ് സ്പീഡ്. പക്ഷേ ഇപ്പോൾ അത് 1 ആയി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ റെഫറൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പീഡ് അത്യാവശ്യം ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനും ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ആദ്യം 5 റെഫറൽസിനെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.